ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് മർജാനിഷ്വലി സ്ട്രീറ്റിലാണ്. ടിബ്ലിസിയിലുള്ള മർജാനിഷ്വലിയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പോവാണ്. അപ്പോൾ നമുക്ക് എന്തൊക്കെയുള്ളതെന്ന് കാണാം. അപ്പോൾ നമ്മൾ മെട്രോയിലാട്ടോ പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ ടെക്നിക്കലിൽ നിന്ന് മെട്രോ കയറി, നമുക്ക് 2 മെട്രോ മാറി കയറാനുണ്ട്. അങ്ങനെ നമ്മൾ മെട്രോ വന്നു. മെട്രോയിൽ കയറിയിട്ട് നമ്മളിതാ ഫൈനലി മർജാനിഷ്വലിയിൽ എത്തിയിട്ടുണ്ട്. ഈ അവിടുത്തെ സ്ട്രീറ്റ്സൊക്കെ നൈറ്റ് കാണാനാണ് കൂടുതൽ ഭംഗി. സോ ഞങ്ങൾ ഈവനിങ് ആണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതവിടുത്തെ മെട്രോ സ്റ്റേഷനാണ് കേട്ടോ, മർജാനിഷ്വലിയിലുള്ളത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ തന്നെ കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ അവിടെ സെല് ചെയ്യുന്നുണ്ട്. അതുതന്നെ ഒരു പ്ലസൻറ്റ് വ്യൂ ആണ്. പിന്നെ നമ്മൾ ആ സ്ട്രീറ്റ്സിലേക്ക് നടക്കുമ്പോഴത്തേക്കുമാണ് ശരിക്കുള്ള ഭംഗി നമുക്ക് മനസ്സിലാവുന്നത്. കാരണം ഇത് ആക്ച്വലി ഇവിടുത്തെ ബിൽഡിങ്ങിൻ്റെ കൺസ്ട്രക്ഷനും അതിൻ്റെ ആ ഒരു സ്ട്രക്ചറൊക്കെയാണ് കുറച്ചും കൂടുതൽ ഈ ഒരു സ്ട്രീറ്റിനെ ഡിഫറെൻ്റ് ആക്കുന്നത്. അതായത് മെയിൻലി ഒരു ബ്ലെൻഡ് ഓഫ് ഹോൾ യൂറോപ്യൻ ആർക്കിടെക്ചറാണ് ഈ ഒരു സ്ട്രീറ്റിൽ മെയിൻലി വരുന്നത്. ആൻഡ് അത്രയും ബ്യൂട്ടിഫുള്ളാണ്. നമ്മൾ കണ്ട് അങ്ങനെ നടന്നു പോവും. അപ്പോൾ നമ്മൾ അവിടെ കണ്ട വേറൊരു സംഭവമാണിത്. ഹോഴ്സ് റൈഡ് ഉണ്ടായിരുന്നു അവിടെ. പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ ഇങ്ങനെ റൈഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ സ്ട്രീറ്റ്സിലൂടെ ഒരു ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. അതുപോലെ അവിടുത്തെ ഒരു മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഒരുപാട് കഫേസ് ഉണ്ട്. ഇഷ്ടംപോലെ കഫേസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഓരോന്നും കയറിയിട്ട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഇതും കൂടെ അവിടെ ഉണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് നോക്കി ഇങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു സിറ്റി ടൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാൻ കണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്കിപ്പോൾ നടന്ന് എക്സ്പ്ലോർ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കുകയാണെങ്കിൽ അവർ തന്നെ നമുക്ക് ഫുള്ള് എല്ലാം കൊണ്ടുവന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരും. നമ്മൾ ആക്ച്വലി ഇങ്ങനെ ഈ സ്ട്രീറ്റ്സിലൊക്കെ നടന്നിട്ട് കുറേ നേരം പതിയെ നടന്ന് നമ്മൾ ഒരു പാർക്കിലേക്ക് എത്തി. ജസ്റ്റ് അവിടെ കൂടെ ഒന്ന് നോക്കാമെന്ന് കരുതിയിട്ട്. അപ്പോൾ അങ്ങനെ പാർക്ക് ഇതാണ് കേട്ടോ ആ പാർക്ക് വരുന്നത്. ഭയങ്കര പീസ്ഫുള്ളാണ്, നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഭയങ്കര കാമായിട്ടുള്ള പാർക്കാണ്. അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മളിങ്ങനെ അവിടെ കുറച്ച് നേരം ഇരുന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടെ നിന്ന് അത് കഴിഞ്ഞ് വീണ്ടും നമ്മൾ സ്ട്രീറ്റ്സിലോട്ട് വന്നപ്പോൾ വീണ്ടും നമ്മൾ നേരത്തെ കണ്ട ഹോഴ്സ് റൈഡിങ് അത് പോകുന്നുണ്ട്. പിന്നെ നമ്മൾ അപ്പോഴത്തേക്കും കുറേ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓണായി. ആക്ച്വലി ഈ ഒരു സ്ട്രീറ്റ് കാണാൻ ഏറ്റവും ഭംഗി നൈറ്റാണ്. കാരണം ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓണാകുമ്പോഴേ അതിൻ്റെ ആ ഒരു ശരിക്കുള്ള ഭംഗി നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ലൈറ്റ്സും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇത് ആക്ച്വലി ടിബ്ലിസിയിലുള്ള ഒരു മെയിൻ ടൂറിസ്റ്റ് സ്പോട്ടാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹോട്ടൽസും കഫേസൊക്കെ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഭയങ്കര നിയർ ബൈ ആയിട്ടാണ് ഓരോ കഫേസും കാര്യങ്ങളും എല്ലാം വരുന്നത്. നേരത്തെ ഹോഴ്സ് റൈഡിങ് ദൂരെ നിന്നിട്ടാണ് കണ്ടതെങ്കിൽ ഇപ്പോൾ നമുക്ക് അടുത്തൂടെ കാണാൻ പറ്റും. അപ്പോൾ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും
ഈ സ്ട്രീറ്റ്സിലെയും ബിൽഡിങ്സിലെയും ലൈറ്റ്സും കാര്യങ്ങളൊക്കെ ഓണായി, ഫുൾ ഓണായി. അപ്പോൾ അടിപൊളിയാണ് കാണാൻ ഇവിടുത്തെ നൈറ്റ് വ്യൂ. വേറൊരു കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ നേരിട്ട് കാണുന്ന അത്രയും ആ ഒരു ഭംഗി വീഡിയോയിൽ കിട്ടത്തില്ല കേട്ടോ. നമുക്ക് പക്ഷെ പറ്റുന്ന രീതിയിൽ നമ്മൾ ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. നേരിട്ട് കാണാൻ വേറെ തന്നെ ഭംഗിയാണ്. അങ്ങനെ അവിടെ കുറേ നേരം നിന്ന് നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ട് നമ്മളിങ്ങനെ പതിയെ നടന്നപ്പോഴത്തേക്കും ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്, ഒരു മലയാളി റെസ്റ്റോറൻറ്റ് നമ്മൾ കണ്ടു. അങ്ങനെ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടെ കയറി എന്തെങ്കിലും കഴിക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ മെനു ഒക്കെ നോക്കി. അങ്ങനെ ഫൈനലി ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട് ചിക്കൻ സാൻഡ്വിച്ച് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. അങ്ങനെ ദീർഘനേരത്തെ കാത്തിരിപ്പിനൊടുവിൽ നമ്മുടെ സാൻഡ്വിച്ച് എത്തി. സാൻഡ്വിച്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആവറേജ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച്, പക്ഷെ നല്ല ഫില്ലിംഗ് ആയിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു. അങ്ങനെ സാൻഡ്വിച്ചൊക്കെ കഴിച്ചു, വയറൊക്കെ ഫില്ലായ ശേഷം ഞങ്ങളിതാ വീണ്ടും സ്ട്രീറ്റ്സിലേക്ക്. ഇവിടെ കുറേ സംഭവങ്ങൾ കാണാനുണ്ട്, ലൈക്ക് ഈ ബിൽഡിങ്സ് തന്നെ. അപ്പം നമ്മളിങ്ങനെ കുറേ നടന്നിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ നമ്മൾ എക്സ്പ്ലോറിങ് ടിബ്ലിസിയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മൾ ഒരു തസ്മിന്ദ പാർക്കിൽ പോകുന്നത്. അപ്പോൾ അതിൽ ആ ഒരു വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം അവിടുത്തെ ഒരു ടവർ. അങ്ങനെ ഇവിടെ നിന്നാൽ നമുക്ക് ആ ഒരു ടവർ ഈ ബിൽഡിങ്ങിൻ്റെ ബാക്കിൽ കാണാനായിട്ട് പറ്റും കേട്ടോ. ആ ടവർ വിസിബിളാണ്. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ കണ്ടു നോക്കുക. അതേ ആ ടവർ ഇതിലുണ്ട്. നിങ്ങൾ തസ്മിൻ്റെ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കണ്ടു നോക്കുക കേട്ടോ. ഞാൻ ഇവിടെ ടാഗ് ചെയ്ത് കൊടുത്തേക്കാം. അതാ ഞങ്ങളിങ്ങനെ വെറുതെ നടക്കുന്നുണ്ട്. അപ്പോൾ ഈ സ്ട്രീറ്റിൻ്റെ ഈ ഒരു സൈഡിലായാലും ഇവിടെ ഒരുപാട് ഷോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. റെസ്റ്റോറൻറ്റ്സ് ആയാലും ഒരുപാടുണ്ട്. അപ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അപ്പോൾ ഈ ഒരു റെസ്റ്റോറൻറ്റിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഈ ഒരു വെഡ്ഡിങ് ഗൗൺസും കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പുണ്ട്, ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ്. അപ്പോൾ അവിടെ ഫുള്ള് വൈറ്റ് ഗൗൺസ് ആണ്. അപ്പോൾ ആ ഒരു ഗൗണിനെയൊക്കെ കണ്ടിട്ട് ഞങ്ങൾ അതിനെപ്പറ്റി ഇങ്ങനെ ഓരോന്ന് പറയുന്നത് കേട്ടോ, നിങ്ങളിപ്പോൾ വീഡിയോ കാണുന്നത്. അങ്ങനെ അതൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ നടക്കുകയാണ്. ആൻഡ് പിന്നെ അവിടെ ഈ ഒരു റെസ്റ്റോറൻറ്റിൽ ഇങ്ങനെ ഒരു വെറൈറ്റി ആയിട്ടുള്ള സംഭവങ്ങൾ നമ്മളിങ്ങനെ കണ്ട് ഇങ്ങനെ നടക്കുകയാണ്. നമ്മളിപ്പോൾ തിരിച്ച് നടക്കുകയാണ് ബസ് സ്റ്റോപ്പിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഈ മർജാനിഷ്വലിയിൽ ഞങ്ങൾ മെയിനായിട്ടൊരു സംഭവം അന്വേഷിച്ചാട്ടോ വന്നത്, ഡോണറ്റ്. അപ്പോൾ അത് ഞങ്ങൾ കുറേ അന്വേഷിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾക്ക് മെയിനായിട്ട് ഞങ്ങൾ നോക്കിയത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം എന്നുള്ള രീതിയിൽ ഞങ്ങളങ്ങനെ തിരിച്ചു പോവാണ്. അപ്പോൾ നമ്മൾ നടന്ന് തിരിച്ചത് ആ ഒരു മെട്രോ സ്റ്റേഷൻ്റെ ഫ്രണ്ടിലെത്തി. അവിടെ നിന്ന് വീണ്ടും കുറച്ച് ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് നിന്നു. അപ്പോഴേക്കും നമുക്ക് പോകാനുള്ള ബസ് എത്തി. അങ്ങനെ ഓടിച്ചാടി ബസ്സിൽ കയറി. അപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ്. ശരിക്കും അടിപൊളിയായിട്ടുള്ള ഒരു പ്ലേസ് തന്നെയാണ് കേട്ടോ ഇത്. നമ്മൾ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ബസ്സിൽ പോകുമ്പോഴുള്ള വ്യൂസും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ അതൊക്കെ ജസ്റ്റ് എടുത്തതേ ഉള്ളൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതാണ് മർജാനിഷ്വലിയിലെ ഭംഗിയുള്ള കാഴ്ചകൾ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ ഇൻഷാ അല്ലാഹ് വരാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ.